മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന പെട്ടിക്കടകൾ പൊളിച്ചു നീക്കി. പാൻ മസാല ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടന്നു വരികയായിരുന്നു ഈ കടകളിൽ. നഗരസഭയുടെ അനുമതിയില്ലാതെ പൊതുസ്ഥലങ്ങൾ കയ്യേറി സ്ഥാപിച്ച അനധികൃത നിർമ്മിതികളായതിനാലാണ് നടപടി സ്വീകരിച്ചത്. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന പെട്ടിക്കടകൾ പൊളിച്ചു നീക്കി. പാൻ മസാല ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടന്നു വരികയായിരുന്നു ഈ കടകളിൽ. നഗരസഭയുടെ അനുമതിയില്ലാതെ പൊതുസ്ഥലങ്ങൾ കയ്യേറി സ്ഥാപിച്ച അനധികൃത നിർമ്മിതികളായതിനാലാണ് നടപടി സ്വീകരിച്ചത്. ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനുള്ള നടപടികൾ നഗരസഭ കൂടുതൽ ശക്തമാക്കുമെന്ന് ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അറിയിച്ചു. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലക്ഷ്യമിട്ട് ലഹരി വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങൾക്കെതിരെ കർശന നടപടികൾ തുടരുമെന്നും പോലീസും ബന്ധപ്പെട്ട വകുപ്പുകളും ചേർന്ന് പരിശോധനകളും തുടർ നടപടികളും വ്യാപിപ്പിക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. മിഷൻ ഡ്രഗ് ഫ്രീ മൂവാറ്റുപുഴ തൂഫാൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇത്തരം നടപടികൾ കൂടുതൽ വ്യാപകമാക്കുമെന്നും അവർ പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷുക്കൂർ CM എവറസ്റ്റ് ജംഗ്ഷനിലുള്ള അനധികൃതമായി പ്രവർത്തിക്കുന്ന കടകൾ പൊളിച്ചു നീക്കുന്നതിന് പരാതി നൽകിയിരുന്നു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.